നമസ്കാരം. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയക്കിടെ മരിച്ച ആശാ ശരത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ശസ്ത്രക്രിയയിൽ സങ്കീർണതകൾ ഉണ്ടായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സങ്കീർണതകൾ കാരണം ഹൃദയാഘാതം ഉണ്ടായെന്നും ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് ആശയെ ശസ്ത്രക്രിയക്കായി കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയക്കിടെ അസ്വസ്ഥത കാണിക്കുകയും അമിത രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ആശ ഗുരുതരാവസ്ഥയിലായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് ആശയ്ക്ക് മരണം സംഭവിച്ചത്. ലാപ്രോസ്കോപ്പിക് സർജറിക്ക് സാധാരണ സങ്കീർണതകളൊന്നും ഉണ്ടാകാറില്ല. കടപ്പുറം ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ് സംഭവത്തിന് പിന്നിലെന്നും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു. സംഭവത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കടപ്പുറം വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ടിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുമുണ്ടായിരുന്നു. ശസ്ത്രക്രിയക്കിടെ ഹൃദയാഘാതം ഉണ്ടായതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വീഴ്ച അന്വേഷിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ പോലീസ് സർജനെ മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെടുത്തണമെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മറ്റു ഡോക്ടർമാരെ മെഡിക്കൽ ബോർഡിൽ നിന്നും ഒഴിവാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ആരോഗ്യവകുപ്പിൽ നിന്ന് ഇതുവരെ ആരും വിഷയത്തെപ്പറ്റി അന്വേഷിച്ചില്ലെന്നും കുടുംബം വ്യക്തമാക്കി. പുരുഷ ഡോക്ടർമാരാണ് ആശയുടെ സർജറിക്ക് നേതൃത്വം നൽകിയത്. സർജറിക്കിടെ പെട്ടെന്ന് ആരോഗ്യസ്ഥിതി വഷളാകുകയും പിന്നീട് 1 മണിക്കൂറോളം വൈകി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ആശ മരിച്ചത് സമയത്തിൽ കുറവ് വന്നതുമൂലമാകാം. ശസ്ത്രക്രിയക്കിടെയുണ്ടായ വീഴ്ചയാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഈ ആരോപണത്തിൽ കളക്ടർ ഇടപെടുകയും വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്. എന്നാൽ ബന്ധുക്കളുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓപ്പറേഷനിടെ സങ്കീർണതകൾ ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ എന്തുതരം സങ്കീർണതയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമല്ല. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതും തലച്ചോറിൽ നീർക്കെട്ടുണ്ടായതും ഹൃദയാഘാതം സംഭവിച്ചതും മരണത്തിനിടയാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സർജറിക്ക് മുൻപായി 2 തവണ നടത്തിയ പരിശോധനയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആശയുടെ ശാരീരിക അസ്വസ്ഥതകൾ ആണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പറയാനും പറ്റില്ല. ഈ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണം വേണമെന്ന് ബന്ധുക്കളുടെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മറ്റു ഡോക്ടർമാരെ മെഡിക്കൽ ബോർഡിൽ നിന്നും ഒഴിവാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം ഡിസംബർ 25-നാണ് ആദ്യം ഓപ്പറേഷൻ നിശ്ചയിച്ചിരുന്നത്. അന്ന് വനിതാ ഡോക്ടർ അവധിയിലായതിനെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തേക്ക് പുതിയ തീയതി എടുക്കുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ അനാസ്ഥയും ഗൗരവമില്ലായ്മയും ആശയുടെ കുടുംബം കുറ്റപ്പെടുത്തുന്നുണ്ട്. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടും ഇതുവരെ അന്വേഷിക്കാൻ ആരെയും പോലീസ് ബന്ധപ്പെട്ടില്ല എന്ന് ആശയുടെ കുടുംബം പറഞ്ഞു. മരണത്തിലേക്ക് നയിച്ചത് സർജറിക്കിടയിലുണ്ടായ ചില പിഴവുകളാണെന്ന് കുടുംബം മുന്നോട്ടേക്ക് വിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി പോലും വിവരങ്ങൾ അന്വേഷിച്ചില്ലെന്നും ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കാണിക്കുന്ന അവഗണന എന്നിവ കുടുംബം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശസ്ത്രക്രിയക്കിടെ ഒരു നിമിഷത്തെ പിഴവ് മൂലമാണ് ഇവിടെ ആശ എന്ന 31-കാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അത് ആരുടെ പിഴവാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തികച്ചും ന്യായം തന്നെയാണ്. എന്നാൽ പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അവഗണന ഇവിടെ തികച്ചും ദുഃഖകരം തന്നെയാണ്. ആശയുടെ അനാഥരായ 2 കൊച്ചുകുട്ടികൾക്ക് ഇവിടെ നീതി കിട്ടണമെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച പറ്റിയെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള ആശമാർ ഉണ്ടാകാതിരിക്കട്ടെ. നന്ദി.